ജെറ്റ് വിമാനത്തിന് റോക്കറ്റ് കയറ്റിവിട്ട പോലാണ് യദുവിന്റെ പോക്ക്. എങ്ങോട്ടാന്ന് വെച്ചാൽ ഇസുവിനെ ആലീനെയും തിരക്കിയാണ്. അവരവിടെ ഉണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്യണം. ഇസു ആലി അവിടെ പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പി നിൽപ്പുണ്ട്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇസുകുട്ടൻ ആപ്പിൾ കഴിക്കുകയാണ്. ആലി പതിവ് പോലെ തന്നെ കൊടുത്ത ആപ്പിൾ കഴിക്കാതെ അവളെ നോക്കി കൊതിയും വിട്ടിരിപ്പുണ്ട്. ഏതുകൊണ്ട് അവിടെ എന്ത് പുതിയ കുരുത്തക്കേട് ഒപ്പിക്കാം, ഇതൊക്കെ മടുത്തു, ഇതൊക്കെ അവന് മതിയായി, ഇതിലൊക്കെ കയറി വലിഞ്ഞേറിയൊക്കെ മതിയായി. ഇപ്പം എന്ത് പുതിയതായിട്ട് ഒപ്പിക്കുക എന്നുള്ള ആലോചനയിലാണ്. ഇവിടെ കയറണോ അത് അപ്പുറത്തേക്ക് കയറണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഏതുകൊണ്ട് തന്നെ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇസുവിനെ അലിയെ നോക്കുന്നുണ്ട്. അവരവിടെ ഉണ്ടോയെന്ന് കൺഫേം ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം ഡാഡയുടെ ക്ലാസ് പോയി ഡിസ്റ്റർബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. പ്രപഞ്ചത്തിന്റെ സ്പന്ദനം മാത്സിലല്ല കണക്കിലല്ല എന്നാണ് അവൻ പറയുന്നതെന്ന് തോന്നുന്നു. അവിടെ കൂകലും ബഹളവും തുടങ്ങിയപ്പോൾ ഞാൻ ഐസായിട്ട് തൂക്കി ഇസുവിന്റെ അലിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇസു അലിയോടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ആരോണ്ട് വന്നു. അപ്പോൾ അവരെ കുറച്ച് പേടിപ്പിക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ഏതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്, എങ്കിലും ഉറങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഇത് റൂമിൽ കൊണ്ടാക്കിയിട്ട് ഒരു രക്ഷയില്ല. അവൻ വീണ്ടും കളിക്കാനായിട്ട് പോയി. അവന് നല്ല ക്ഷീണം ഇല്ലെങ്കിൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ പോയി കുറച്ച് ഹോർലിക്സും ബൂസ്റ്റും കൂടെ കുടിക്കട്ടെ.